നമ്മളൊരു വീട് മേടിക്കുമ്പോൾ അത് വാസ്തുപ്രകാരമാണോ ഇല്ലയോ ഇത് അന്വേഷിച്ചിട്ടാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ പഴയ വീട് മേടിക്കാമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് വേണോ നമുക്കാകാം. പക്ഷേ ഒരു വീട് നമ്മൾ മേടിക്കുമ്പോഴോ ഒരു വാടക വീട്ടിലോട്ട് പോകുമ്പോഴോ ഒരു താമസിച്ച് കൊണ്ടിരുന്നൊരു വീട് പഴയ വീട് നമ്മൾ വിലയ്ക്ക് മേടിക്കുമ്പോഴോ മറ്റൊരു വീട്ടിലൂടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ പോകുമ്പോഴോ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം ആ വീട്ടിൽ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ജനജീവിതങ്ങളുടെ ഫീഡ്ബാക്കാണ് അത് എടുക്കേണ്ടത്. അവിടെ എത്ര കാലം അവർ താമസിച്ചിരുന്നു, അവർക്ക് എന്തെങ്കിലും അസുഖം കൊണ്ടാണോ ധനനഷ്ടം കൊണ്ടാണോ അവരവിടെ നിന്ന് വിറ്റു പോകുന്നത്, അല്ലെങ്കിൽ വാടകക്കാരാണെങ്കിൽ അവരവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാണോ, അല്ലെങ്കിൽ സക്സസ് ആയാണോ മറ്റൊരു വീട് കെട്ടിയാണോ പോയത്, ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം വലിയൊരു അപകടത്തിലൂടെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു സാരി മേടിക്കുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ലേ. നിങ്ങളൊരു ടി വി മേടിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കോ നിങ്ങൾ എന്തോരം വെബ്സൈറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മൊത്തമായി നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുട്ടി കുടുംബം എല്ലാം പോയി താമസിക്കാൻ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ഒരു അല്പം ഫീഡ്ബാക്ക് എടുക്കുന്നതിന് എന്താ തെറ്റ്? അപ്പം നിങ്ങളൊരു പഴയ വീട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു, അവർ എന്തുകൊണ്ട് വീട് വിൽക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രശസ്തമാണ്. അതേപോലെ തന്നെയാണ് ഒരു വാടക വീട്ടിലോട്ട് പോകുമ്പോഴും അതിന് മുമ്പ് ഇരുന്ന ടെൻഡൻറ്റ് അവരെന്തുകൊണ്ട് കാലി ചെയ്യുന്നു, എന്തുകൊണ്ട് അവരവിടെ നിന്ന് മാറി, എത്ര കാലം ഉണ്ടായിരുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.